ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലൻ. നമ്മുടെ എക്സാംസിനെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചാണ്. 1945 നിലവിൽ വന്ന യുണൈറ്റഡ് നേഷൻസിന് കീഴിൽ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റിക്കിടയിൽ വിവിധ തരത്തിലുള്ള ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുവാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുവാനും തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിളായ യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഹെൽത്ത്, അതായത് സാധ്യമായ ഏറ്റവും ഉയർന്ന ആരോഗ്യം നേടാൻ ജനങ്ങളെ സഹായിക്കുക. ഈ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോട്ട് ജസ്റ്റ് ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് സമൺ, ഒരു നമ്മുടെ ശാരീരികമായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല അതിലൂടെ ഹെൽത്ത് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, അതുകൂടാതെ സോഷ്യൽ വെൽബീയിങ് ഉണ്ട്. നോട്ട് ജസ്റ്റ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല, നമ്മളൊക്കെ മാനസികമായിട്ട് എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതുമെല്ലാം ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ ഒരു ഡെഫിനിഷനിൽ വരുന്നതാണ്. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഏറ്റവും സാധ്യമായ ആരോഗ്യം നേടാൻ ജനങ്ങളെ സഹായിക്കുക, അതാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഞാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നതും സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. പ്രധാനമായിട്ടും നമ്മൾ ന്യൂയോർക്ക്, അതുപോലെ തന്നെ വാഷിങ്ടൺ DC, അതുപോലെ തന്നെ ജനീവ, ഈ 3 സ്ഥലത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 40% നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്ക് എടുക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. അതുപോലെ തന്നെ യുണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. UN ഫോർ വുമൺ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, ഇത്രയും കാര്യങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ന്യൂയോർക്കിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ വരുന്നത് വാഷിങ്ടൺ DC ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ IMFും വേൾഡ് ബാങ്ക് ഗ്രൂപ്പും, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ വാഷിങ്ടൺ DC. ഇനി അതുപോലെ തന്നെ നമ്മുടെ ജനീവ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജനീവയിൽ വരുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ് വരുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ് വരുന്നത്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ്, ജനീവയിലാണ്. ഇത് പറയുന്ന കൂടെ തന്നെ മറ്റ് അത്ര പ്രസക്തമല്ലാത്ത മറ്റ് അനേകം ഹെഡ് ക്വാർട്ടേഴ്സ് കൂടെ ജനീവയിൽ വരുന്നുണ്ട്, അതിലേക്കൊന്നും പോവണ്ട. പക്ഷേ ഈ പറയുന്ന ബേസിക്കലി ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കുക. അങ്ങനെയുള്ള നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്, അല്ല അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 1948 ഏപ്രിൽ 7 അങ്ങനെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്ന 1948 ആ ദിവസം ഏതാണ്? ഏപ്രിൽ 7. ഈ ഏപ്രിൽ 7 പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട്, ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിച്ച് പോരുന്നത് ഏപ്രിൽ 7. എന്തുകൊണ്ടാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാകുന്നത് അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആകുന്നത്? കാരണം 1948 ഏപ്രിൽ 7 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസം ലോകാരോഗ്യ ദിനമായിട്ട് മാറുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തലവൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ ജനറലാണ്. അങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ ജോർജ് ബ്രോക്ക് ചിസ്ലോമാണ്. അതുകൂടാതെ ഇന്നിപ്പോൾ നമ്മുടെ 2024 ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ടെഡ്രോസ് അദനോം ഗബ്രിയൂസസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലായ ടെഡ്രോസ് അദനോം ഗബ്രിയൂസസിൻ്റെ പ്രത്യേകത, ആഫ്രിക്കക്കാരനായ ആദ്യത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലാണ് നമ്മുടെ ടെഡ്രോസ് അദനോം ഗബ്രിയൂസസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 75ാമത് വാർഷികം ആഘോഷിച്ചത് 2023 അതായത് കഴിഞ്ഞ വർഷമായിരുന്നു. അങ്ങനെയുള്ള 2023 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തീം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം തിരിച്ചും ചോദിക്കാം, 2023 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തീം എന്തെന്നും ചോദിക്കാം. 75ാമത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വാർഷികത്തിൻ്റെ തീം എന്തായിരുന്നു എന്നുള്ളതും ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, എന്തായിരുന്നു? ഹെൽത്ത് ഫോർ ഓൾ.
അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന 2024 ഏപ്രിൽ 7 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇത് നടന്ന സമയത്ത് നമ്മുടെ 2024 തീം എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. അതായത് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ച സമയം മുതലേ അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. നിലവിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ 194 മെമ്പേഴ്സാണ് ഉള്ളത്. ആ ഒരു കാര്യം കൂടെ ഓർത്തുക. നിലവിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 194 മെമ്പേഴ്സാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിലവിലുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.